സർ, ഒരു സീനിയർ ഡോക്ടർ എന്നുള്ള രീതിയിൽ, എസ്പെഷ്യലി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ എന്നുള്ള രീതിയിൽ, ഈ ബ്രസ്റ്റ് ക്യാൻസറുമായി റിലേറ്റ് ചെയ്ത ഡോക്ടറിന് ഒരുപാട് കേസുകൾ മുന്നിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. ഡോക്ടറിന്റെ ഒരു അനുഭവം പറയാമോ? എന്താണ് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ? നമ്മുടെ ലോകത്ത് ഇപ്പോഴ് വൈദ്യശാസ്ത്രം വളരെയധികം വികസിച്ചിരിക്കുന്നു. നമ്മുടെ കേരളവും അല്ലെങ്കിൽ ഇന്ത്യയും വിദേശ രാജ്യങ്ങളുള്ള സെയിം ട്രീറ്റ്മെൻറ്റ് സിങ്ക്രണസ് ആയിട്ട് നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ള അത്രയ്ക്ക് എല്ലാ രീതിയിലും ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ക്യാൻസറിൻ്റെ എണ്ണം, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എണ്ണം കൂടിക്കൂടി വരും. അതിന് കാരണം ഒന്ന്, പൊതുസമൂഹത്തിലുള്ള അറിവില്ലായ്മ അല്ലെ അജ്ഞത. രണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിനോടുള്ള ഒരു പേടി. മൂന്ന്, പലതരത്തിലും ഇത്തരത്തിലുള്ള ആളുകളെ വേറെ അൺസയൻറ്റിഫിക് മെത്തേഡിലേക്ക് വിട്ട് അവരെ ചികിത്സിച്ച് കോംപ്ലിക്കേഷൻ ആകുന്ന രീതി. ഇതെല്ലാമാണ് ഒരു പരിധി വരെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്നത്. ഒരു സ്റ്റേജ് 1, സ്റ്റേജ് 2 എയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിച്ച് സർജറി ചെയ്ത് ആ ബ്രസ്റ്റ് മാറ്റുകയോ, നേരത്തെ ഡോക്ടർ സൂര്യ പറഞ്ഞതുപോലെ അത് ബ്രസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് ക്യാൻസറിൻ്റെ ഭാഗവും കക്ഷത്തിലുള്ള കടലുകളെല്ലാം നീക്കിക്കൊണ്ട് പോയി അതിൻ്റെ ഫോളോ അപ്പിൽ കീമോതെറാപ്പിയും ആവശ്യമുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയും അതുപോലെ ഹോർമോൺ തെറാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ പേഷ്യൻസ് തന്നെ ഇപ്പോഴും ഒരു 25-30 വർഷമായിട്ടും ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ഒരുപാട് ക്യാൻസർ ബ്രസ്റ്റ് പേഷ്യൻസ് നമുക്കുണ്ട്. അവരെല്ലാം തന്നെ ഏർലി സ്റ്റേജിൽ വന്ന് കാണുകയും നമ്മൾ പറയുന്ന ചികിത്സയ്ക്ക് വിധേയമാകുകയും തുടർ ചികിത്സകളായ കീമോതെറാപ്പി, റേഡിയേഷൻ മുതലായവ കറക്റ്റായിട്ട് ഓങ്കോളജിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എടുക്കുന്നവർക്കെല്ലാം തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ബ്രസ്റ്റ്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഏർലി ആയിട്ട് അത് കണ്ടുപിടിക്കണം. ശരീരത്തിന് വേറെ ഏതെങ്കിലും എക്സ്പോസ്ഡ് ഭാഗത്തുള്ളൊരു മുഴയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി ആളുകൾ തന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ച ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോകും. ഇത് അങ്ങനെയുള്ള ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് ഇത് ഉള്ള ആളിനും അവരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളിന് മാത്രമേ ഇങ്ങനെ ഒരു മുഴയുണ്ടെന്നോ അല്ലെങ്കിൽ വ്യത്യാസം ബ്രസ്റ്റിലുണ്ടെന്നോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം രോഗികൾ തന്നെ അവർ തന്നെ സെൽഫായിട്ട് എക്സാം ചെയ്ത് അവരുടെ മക്കളോടോ അല്ലെങ്കിൽ അമ്മമാരോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഇത് ക്ലോസ് ആയിട്ട് ഇത് ഡിസ്ക്ലോസ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഒരു സർജൻ്റെ അടുത്ത് എത്തണം. പൊതുവേ ഇത് സ്ത്രീകൾക്ക് വരുന്ന ഒരു രോഗമായതുകൊണ്ട് സാധാരണ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് ഈ ആളുകൾ എത്തുന്നത്. ഗൈനക്കോളജിസ്റ്റും ഈ അസുഖം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നിന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് അവർ ടെസ്റ്റ് എടുക്കുന്നു, അവർ മാമോഗ്രാഫി എടുക്കുന്നു, സ്കാനൊക്കെ എടുക്കാൻ വിടുന്നു. അങ്ങനെ ഒരുപാട് ഡിലേ വന്ന് അവസാനമാണ് ഇത് സർജൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഓരോ ദിവസത്തിൻ്റെ ഡിലേയും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഇവിടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്തതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രസ്റ്റിനകത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ജനറൽ സർജൻ, അത് നമ്മുടെ അടുത്തിപ്പോൾ എല്ലാ സ്ഥലത്തും ഈവൻ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഡെവലപ്മെൻറ്റ് ആൾക്കാർ അവരെ കണ്ടുപിടിച്ച് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ പരിശോധന നടത്തി, ടെസ്റ്റുകൾ നടത്തി, അത് ക്യാൻസർ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി വളരെ അഭിമാനത്തോടെ പറയാൻ, അനുഭവത്തിൻ്റെ സാക്ഷ്യം പറയാൻ നല്ല രീതിയിലുള്ള റിസൾട്ട്. പിന്നെ പലപ്പോഴും ഈ ക്യാൻസർ ബ്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കീമോതെറാപ്പി എടുത്താൽ എൻ്റെ മുടി കൊഴിയും, എന്നെ ആളുകൾ ഇനി തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, സാർ കീമോതെറാപ്പി ഇല്ലാതെ വേറെ എന്തെങ്കിലും. കീമോതെറാപ്പി എന്നൊരു ഇഷ്യൂ അല്ല. നമ്മൾ കുടയില്ലാതെ പോയി മഴ നനയുന്നു, അത്രയേ ഉള്ളൂ. വീട്ടിൽ ചെന്ന് നമ്മൾ അന്നേരം തോർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറും. അത് തോർക്കാതിരുന്നാൽ ചിലപ്പോൾ അസുഖം വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചികിത്സയുടെ ഭാഗമാണ്. ഒരു തെങ്ങ് മുറിക്കുമ്പോൾ വെറുതെ കട മാത്രം മുറിച്ചപ്പോൾ വേരുകളെല്ലാം തന്നെ എടുത്തു കളഞ്ഞില്ലെങ്കിൽ രണ്ടാമത് വരും. ഇത് ബ്ലഡിനകത്തിൻ്റെ സെൽസ് കയറി ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ഭാഗം മാറ്റിയെങ്കിലും ഇതിൽ നിന്നുള്ള ചെറിയ ക്യാൻസർ സെൽസുകൾ രക്തത്തിൽ കയറി അവൻ പതുക്കെ പല സ്ഥലത്തും അത് വരികയും അതിൽ നിന്ന് പുതിയൊരു ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ അവസ്ഥയായിരിക്കും. അതാണ് പെട്ടെന്ന് ക്യാൻസർ വന്ന് ഓപ്പറേഷൻ ചെയ്ത് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ആൾ കൈവിട്ട് പോയി പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിനെ നിർത്താനായിട്ട് ഇനി രണ്ടാമത് ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് കീമോ മീൻസ് സെൽസിനെ തകർക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ സെൽസ് കുറച്ച് പോകും. പക്ഷേ വീണ്ടും പഴയ പോലെ നല്ല ആരോഗ്യത്തോടുകൂടി മുടിയും എല്ലാ കാര്യങ്ങളും ആക്റ്റീവ് ആവുകയും അവർക്ക് പൊതുസമൂഹത്തിൽ പഴയതിനേക്കാളും വളരെ നന്നായിട്ട് ഇത് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയും.
അപ്പോൾ ഒരിക്കലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നില്ല. ചില കേസുകൾക്ക് നമ്മൾ ബ്രസ്റ്റ് കൺസർവേറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുഴുവൻ ബ്രസ്റ്റ് എടുക്കാത്തത് കൊണ്ട് ഒരു റേഡിയേഷനൊക്കെ ഇതിന് അനുബന്ധമായി നമ്മൾ കൊടുക്കുന്നത്. അതിനുള്ള എല്ലാ എക്സ്പെർട്ട് ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ഇന്ന് ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഹോസ്പിറ്റലിൽ അത് റേഡിയേഷൻ ഇല്ലെങ്കിൽ പോലും ഇന്ന് എല്ലായിടത്തും ഒരുവിധപ്പെട്ട എല്ലായിടത്തും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വേദനയോടുകൂടി നമുക്ക് പറയേണ്ട കാര്യം. പിന്നെ പലപ്പോഴും ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് പ്രായമുള്ള അമ്മമാരെ പെൺമക്കൾ മാസത്തിലൊരിക്കലും കുളിപ്പിക്കണമെന്ന്. കുളിപ്പിച്ച് അവരുടെ അവയവത്തിലുള്ള ദേഹത്തൊക്കെ സോപ്പൊക്കെ തേക്കുമ്പോൾ അവരറിയാതെ തന്നെ ഈ മാറിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ രോഗിയുടെ അറിയിക്കാതെ തന്നെ പതുക്കെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അവസാനം എല്ലാം പൊട്ടി പൊഴുത്ത് വരുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. അങ്ങനെയാണ് സ്റ്റേജ് 4 ആയി പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പൊതുസമൂഹവും എല്ലാ ആളുകളും ജനപ്രതിനിധികളും ആശുപത്രിയും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ ഒരു അസുഖത്തിൽ ക്യാൻസർ എന്ന അസുഖത്തിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണമായിട്ട് അവരുടെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് എൻ്റെ കഴിഞ്ഞ 38 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാനുള്ളത്.